നമസ്കാരം. നമുക്കറിയാം മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗസ്റ്റ്. ഞാൻ പേര് പറയുന്നില്ല, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അജ്മൽ, ഹലോ. സുഖല്ലേ? കുറെ ആയി ഒന്ന് ഇങ്ങനെ ഇരിക്കണം എന്ന് ഓർത്തിട്ട്. സത്യം, ഓൺലൈനിൽ നമ്മൾ ഇന്റർവ്യൂ പോയിരുന്നു. അതെ അതെ, കഴിഞ്ഞ തവണ വന്നപ്പോ ഒന്ന് നോക്കി, അന്നും തിരക്കായിരുന്നു അല്ലേ? എന്തുണ്ട് വിശേഷമൊക്കെ? എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? അടിപൊളി. എവിടെ നോക്കിയാലും അജ്മൽ ഖാനേ ഉള്ളൂ. കഷ്ടപ്പാടാണോ? കഷ്ടപ്പെട്ട കൂടി നല്ല കിട്ടുള്ളൂ. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടോ പിന്നെ ഇവിടം വരെ എത്താൻ? ഒരുപാട്. എങ്ങനെയായിരുന്നു ആ യാത്ര? യാത്ര എന്ന് വെച്ചാല്, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചത്. പക്ഷെ എഞ്ചിനീയറിംഗ് ആകുമ്പോൾ എൻ്റെ ഉപ്പ സാധാരണ ഒരു വീട്ടിലാണ്, ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നതാണ്. പക്ഷെ എൻ്റെ പാഷൻ എന്ന് വെച്ചാൽ കുടുംബക്കാരെ ആദ്യം കാണിക്കാൻ വേണ്ടി കൂട്ടുകാരൊക്കെ പറയും അവർക്ക് എഞ്ചിനീയറാണ്. പക്ഷെ എനിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇത്താത്താനോട് ചോദിച്ചു, അപ്പൊ ഇതാ നീ പഠിച്ചോ, നമുക്ക് ഉപ്പാനോട് എങ്ങനെയും പറഞ്ഞ് സെറ്റാക്കാം. അങ്ങനെയാണ് എഞ്ചിനീയറിംഗ്. കുടുംബക്കാരാണ്, ഞാൻ പഠിക്കുന്നില്ല, കുടുംബക്കാരെ കാണിക്കാൻ. ലക്ഷ്യം അതായിരുന്നു. അതായത് ആദ്യത്തെ ലക്ഷ്യം ആ കുടുംബത്തില് ഒരു എഞ്ചിനീയറാണ്. അപ്പൊ ഞാൻ ഓക്കെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, ഞാൻ അവരോട് പഠിക്കാനായിട്ട് അവരോട് ജോയിൻ ചെയ്തു. ഐ വാസ് ആൻ അത്ലറ്റ്, ഞാനൊരു അത്ലറ്റ് ആയിരുന്നു. അങ്ങനെ പഠിക്കാണ്ട് തന്നെ സീറ്റ് കിട്ടി തൃശ്ശൂര് പി സി തോമസിന്റെ അടുത്ത് തന്നെ ഒരു മോഡൽ ബോയ്സ് എന്ന് പറഞ്ഞ സ്കൂളിൽ. അങ്ങനെ സയൻസിൽ ജോയിൻ ചെയ്തു. അങ്ങനെ പഠിച്ചിട്ട് അവിടെ കയറി, എഞ്ചിനീയറിംഗിനായിട്ട് കയറി. കോപ്പി അടിച്ച് പാസ്സായി. കോപ്പി അടിച്ച്? പിന്നെ ആരും പിടിച്ചില്ലേ? ആരെയാണ് നോക്കി എഴുതിയത്? ഒരു തമിഴനാണ്, അജയ് എന്ന് പറഞ്ഞു. തമിഴൻ അജയുടെ പേപ്പർ നോക്കി അവിടെ അവന്റെ നോക്കി എഴുതി. അവൻ നന്നായിട്ട് പഠിക്കുന്ന ആളാന്നറിയായിരുന്നു. അടുത്ത സീറ്റും കിട്ടി അല്ലേ? എക്സാമിന് അടുത്ത സീറ്റും കിട്ടി. അതായത് അജ്മലിനായതുകൊണ്ടേ റോൾ നമ്പർ എപ്പോഴും 1, 2 അല്ലെങ്കിൽ 3 ആയിരിക്കും. എപ്പോഴും ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കണം. അപ്പൊ കോളേജിൽ പഠിക്കുമ്പോ 3ാമത്തെ റോൾ നമ്പർ. വീട്ടിന്റെ ഫ്രണ്ടിലേക്ക് എത്തിച്ചു നോക്കാനും പറ്റില്ല, അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ അവരെ നോക്കി എഴുതിയെല്ലാം ജയിക്കുള്ളൂ. എഞ്ചിനീയർ ആവുകയും ചെയ്യണം. ഫേമസ് അല്ല. ഏതാ എടുത്ത എഞ്ചിനീയറിംഗ്? ഏതാ എടുത്ത? മെക്കാനിക്കൽ. മെക്കില് അടിപൊളിയായിരുന്നു തോന്നുന്നു. അപ്പം അതെ. അപ്പൊ അതാണ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വരുന്ന അടുത്ത കാര്യം. മെക്കുള്ളതുകൊണ്ട് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എനിക്ക് 5 ഡിവിഷൻസ് ഉണ്ടായിരുന്നു എന്റെ ക്ലാസ്സിൽ 7 പിള്ളേരുടെ. അപ്പോ ഞാൻ ആ സമയത്ത് ഫോട്ടോ ഇടുമ്പോ ഞാൻ ക്ലാസ്സിൽ പോകണം പഠിക്കാനല്ല. അതായത് ക്ലാസ്സിൽ 7 പിള്ളേരുടെ ഫോൺ മേടിച്ചിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അവർ ഫോൺ മേടിക്കും. ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് 70 ലൈക്ക് വേണം. ഞാൻ കാലത്തിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്തോ അവര് ഫോണൊക്കെ മേടിച്ച് ഞാൻ തന്നെ ലൈക്ക് അടിക്കും. ചെയ്യാത്ത ആൾക്കാരെ ഞാൻ മെസ്സേജ് കളി അവർ ലൈക്ക് അടിക്കും. അങ്ങനെ തുടങ്ങി പണി അല്ലേ? അത് ഏത് വർഷമായിരുന്നു? 2012. 2012. അവിടെ അപ്പോൾ നാട്ടിൽ വെച്ചുള്ള ഒരു കളികളാണ്. അതെ, നാട്ടിൽ വെച്ചുള്ള കളികൾ. നാട്ടിലെ കളികൾ പരാജയപ്പെട്ടു എന്ന് ഉറപ്പായപ്പോഴാണ് ഗൾഫിലേക്ക് കയറി. അത് നാട്ടിലെ കളികൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാ ഗൾഫിലേക്ക് കയറിയേക്കാന്ന് പോയിട്ട്? അങ്ങനെയല്ല. അതായത് പഠിച്ചു കഴിഞ്ഞാൽ ഇറങ്ങിയതിനു ശേഷം എന്റെ മനസ്സിൽ ലക്ഷ്യം എനിക്ക് 1 ലക്ഷം രൂപ ജോലിക്ക് സാലറി കിട്ടും. പക്ഷെ പഠിക്കാനൊന്നും അറിയില്ല, പണി പഠിക്കൂല, ജയിക്കൂല, 1 ലക്ഷം രൂപ സാലറി വേണം എടുക്കാൻ. ജയിച്ചല്ലേ? കോപ്പി അടിച്ചല്ലോ. കോപ്പി അടിച്ചു സ്വന്തം എഴുതിയാൽ ജയിക്കൂല്ലോ. ജയിച്ചു. അപ്പോ പക്ഷെ ലക്ഷ്യങ്ങൾ വലുതായതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച ആദ്യം അത് എന്റെ ഫ്രണ്ട്സും ഞാനൊക്കെ കൂടി അയൽസ് എഴുതാൻ പോയി കാനഡ പോകാനായിട്ട്. പക്ഷെ എങ്ങനെ അയച്ചു ചെയ്തിട്ട് പാസ്സാവില്ല. ഇത് ഒരു കൊല്ലം അതിന് വേണ്ടി പോയി. ഞാൻ ഡൽഹിയിലാന്ന് പറഞ്ഞിട്ട് സ്റ്റോറി ഡൽഹിയില്ല. പക്ഷെ എല്ലാ ദിവസവും ബസ് കയറി പോകും അയൽസ്. 3 മാസമാണ് അയൽസിന്റെ സംഭവം. പക്ഷെ ആദ്യത്തിൽ പൊട്ടി, 2ാമത്തിൽ പൊട്ടി, 3ാമത്തിൽ കിട്ടണില്ല. ലാസ്റ്റ് ഉപ്പാനെ വിഷമിപ്പിക്കാന്ന് വെച്ചാൽ നേരെ പണിക്ക് കയറിയത് പോയി. അല്ല, അപ്പൊ ഉപ്പ എന്ത് പറഞ്ഞു? ഉപ്പായ വിഷമിക്കാൻ നമ്മൾ ദുബായി പോകാന്ന് ഉപ്പാടെ അടുത്ത് പറഞ്ഞു? ഇല്ല, ഞാൻ തന്നെ പറഞ്ഞു ഞാൻ പോകണം, ഞാൻ എന്തായാലും പണിയെടുക്കണം, പണിയെടുത്ത് ജീവിക്കാന്ന് പറഞ്ഞു ഉപ്പാടെ അടുത്ത്. അപ്പൊ ഉപ്പ എന്താ പറഞ്ഞു? ആളെന്നെ സന്തോഷിപ്പിക്കാനുള്ള എന്നെ എഞ്ചിനീയറിംഗ് കിട്ടും. അതെ, അപ്പൊ ആൾക്ക് ഹാപ്പി. അങ്ങനെ പണിയെടുക്കാൻ ദുബായിലേക്ക്. അത് ഏത് വർഷം വരുന്നത്? 2014. 2014 ദുബായിലേക്ക് വരുന്നു. ദുബായിലേക്ക് വരുമ്പോൾ ലക്ഷ്യമുണ്ടാവും, ലക്ഷ്യബോധം ഉണ്ടല്ലോ. എന്തായിരുന്നു ആ ലക്ഷ്യം? അപ്പോഴും ഫോട്ടോ ഇടുക, ലൈക്ക് ചെയ്യുന്നതായിരുന്നു ലക്ഷ്യം? അല്ല, അതൊക്കെ മാറി. അത് മാറി. കാശ് ഉണ്ടാക്കണം, വീട്ടുകാരെ നോക്കണം, അടിപൊളിയാണ്. പക്ഷെ പണിയെടുക്കാൻ കയറുമ്പോ മനസ്സിലായത് ഭയങ്കര പാടാണ്. അങ്ങനെ പണിയെടുക്കാൻ ഇരിക്കുമ്പോ ഞാൻ എല്ലാ ദിവസവും ദുബായ് ബ്ലോഗർ, ദുബായ് ഇൻഫ്ലുവൻസറിനൊക്കെ അടിച്ചു. അന്നേ ദുബായ് ഇൻഫ്ലുവൻസേഴ്സും ബ്ലോഗേഴ്സ് ഒക്കെ ഉണ്ട്. ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന് ഞാൻ മെസ്സേജ്, അത് ഇപ്പൊ എന്റെ ഫ്രണ്ട്, അന്ന് ഫ്രണ്ട് ആയിരുന്നു. പണിയെടുത്തോണ്ടിരിക്കുമ്പോ ഞാൻ അവർക്ക് മെസ്സേജ്. അല്ല, ഇവിടെ വന്നിട്ട് എന്ത് പണിക്കാ കയറി? ഞാൻ ലോജിസ്റ്റിക്സ് ഒരു കമ്പനിയിലേക്ക് 2500 ദിവസം സാലറി. അപ്പൊ എന്റെ തടവീട് തൊട്ടടുത്തായിരുന്നു, നടന്നു പോയാൽ മതി. ചിക്കൻ ഫുഡ് കഴിച്ച് കിടന്നു തുടങ്ങാം. പക്ഷെ എനിക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല. അതായത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാൻ ആൾക്കാർ തെളിയൊക്കെ
ആ സംഭവം പറ്റില്ല. അങ്ങനെ ഞാൻ ദുബായ് ബ്ലോഗറിനൊക്കെ പറഞ്ഞിട്ട് എന്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അശ്വതി ബാലകൃഷ്ണൻ പറഞ്ഞിട്ട് ബാംഗ്ലൂർ. അവിടെ എനിക്ക് ബ്ലോഗിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ ഞാനിവിടെ നിന്നിട്ട് ദുബായ് ബ്ലോഗറിനൊക്കെ അടിച്ചു കൊടുത്തിട്ട് ഒരു ഇൻഫ്ലുവൻസറിന് മെസ്സേജ്. അപ്പൊ എനിക്ക് 700K ഫോളോവേഴ്സ് ഉണ്ട് അന്ന്. അപ്പൊ അവർക്ക് എന്തോ 20K 30K ഉണ്ട്. പക്ഷെ ദുബായിൽ വെൽ നോൺ ആണ്. ആ സമയത്ത് ഇൻഫ്ലുവൻസേഴ്സ് ഇല്ല ദുബായിൽ. അവർക്ക് മെസ്സേജ് ഞാൻ എനിക്ക് കൊളാബറേറ്റ് ചെയ്യാൻ കൂടെ. അപ്പൊ അവരെടുത്ത് പറഞ്ഞു ഓക്കെ നമുക്ക് എന്ന് മീറ്റ് ചെയ്യാം. അങ്ങനെ ഓഫീസ് കഴിയുമ്പോൾ 5 മണിയാകുമ്പോ കഴിയുമ്പോൾ ഞാൻ ഓടും അവരെ കാണാനായിട്ട്. അവരുടെ കൂടെ ഞാൻ ഓരോ റെസ്റ്റോറൻറ്റിൽ ദുബായിൽ ഓരോ PR-നെ മീറ്റ് ചെയ്ത് ഓരോ റെസ്റ്റോറൻറ്റ് പോയിട്ട് എനിക്ക് ഫോക്ക് പിടിക്കാൻ അറിയില്ല, ഇംഗ്ലീഷ് പറയാറില്ല. ഞാൻ അങ്ങനെ കാണുന്നിരിക്കും അവർ പറയണത് സത്യട്ടു. അപ്പൊ അവർ ഫോക്ക് പിടിക്കാൻ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കും, കഴിക്കില്ലേ ചെയ്യും. അപ്പൊ ഇല്ല ഞാൻ കഴിക്കില്ല, നല്ല വിശപ്പുണ്ടാവും, പക്ഷെ ഫോക്ക് പിടിക്കാൻ അറിയില്ലോ. കാരണം അമ്മാതിരി ആൾക്കാർ 10-15 ഇരിക്കണതാണ്. ഞാൻ നോക്കി ഫോക്ക് പിടിക്കാൻ പഠിച്ച് ഇംഗ്ലീഷ് അവർ പറയുന്നത് എന്താണ് ഇവർ ചോദിക്കുന്നതൊക്കെ മനസ്സിലാക്കി സ്ലോലി അങ്ങനെ ഓഫീസിലൊക്കെ ഞാൻ നിർത്താണ്. എത്ര നാളിന് ശേഷം നിർത്താൻ തീരുമാനിച്ചു? 3 മാസം കൊള്ളല്ലേ? 3 മാസം സാലറി കൃത്യമായിട്ട് കിട്ടിയോ? കിട്ടി. സാലറി കിട്ടി, സേവ് ചെയ്ത് വീട്ടിലേക്ക് അയച്ച് അതിലൂടെ എന്റെ സന്തോഷങ്ങൾ ചെയ്ത് അങ്ങനെ 3 മാസം കഴിയുമ്പോൾ ഓഫീസിൽ നിർത്തുവാന്ന് പറഞ്ഞു.